കെ.ആർ. സാജു ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സാജു, ഏറ്റവും ഒടുവിലും അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ കാര്യത്തിൽ നടത്തിയ പരാമർശം പിൻവലിക്കാനോ അതിൽ ഖേദപ്രകടനം നടത്താനോ അദ്ദേഹം തയ്യാറാകുന്നില്ല. അദ്ദേഹം ആ പൊസിഷനിൽ സ്റ്റാണായി തന്നെ നിൽക്കുകയാണ്. താൻ പറഞ്ഞ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തണമായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാലും ആര്യാടൻ ഷൗക്കത്തുമായി മുന്നോട്ട് പോകാൻ അൻവറിന് കഴിയുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ നിലനിൽക്കുമ്പോൾ UDF-ലേക്ക് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ അൻവറിൻ്റെയും TMC-യുടെയും UDF പ്രവേശനം എത്ര കണ്ട് ബുദ്ധിമുട്ടേറിയ പ്രയാസമേറിയ ഒരു ടോപ്പിക്കായി ഒരു അധ്യായമായി നിൽക്കുന്നുണ്ട് ഇപ്പോൾ. അൻവർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് പ്രകോപനപരമായ നിലപാടാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ. അതിനാൽ അൻവറിനോട് ആവശ്യപ്പെട്ട ഉപാധിക്ക് മുന്നിൽ അദ്ദേഹം അംഗീകരിച്ച് വന്നാൽ മാത്രം, ആ ഉപാധി അംഗീകരിച്ച് ആര്യാടൻ ഷൗക്കത്തിനെതിരെ നടത്തിയ പ്രസ്താവനകൾ പിൻവലിച്ചു വന്നാൽ മാത്രം അദ്ദേഹത്തെ UDF-മായി സഹകരിപ്പിച്ചാൽ മതി എന്ന കർശനമായ നിലപാടിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ നീങ്ങുകയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ഇന്ന് PV അൻവർ സംസാരിച്ചത്. പ്രതിപക്ഷ നേതാവിന് ഗൂഢലക്ഷ്യമുണ്ട് എന്നതടക്കമുള്ള പ്രയോഗങ്ങൾ, രാജ്യഭീഷണി മുഴക്കിയാണ് KC വേണുഗോപാലുമായുള്ള തന്റെ ചർച്ചയെ ഒഴിവാക്കിച്ചത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ. ഇതോടുകൂടി അൻവറിന് UDF-മായി സഹകരിക്കാനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടി അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് പല നേതാക്കളും വിലയിരുത്തുന്നത്. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അൻവറിന്റെ വിശദീകരണം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ നമ്മൾ സംസാരിച്ച നേതാക്കളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം, ഇനിയൊരു കോംപ്രമൈസിന്റെ സാധ്യതകൾ ഇല്ലാതായിരിക്കുന്നു എന്നുകൂടിയാണ്. അതായത് ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയില്ല, നിരുപാധികം കീഴടങ്ങി PV അൻവർ ഇനി വന്നാൽ മാത്രം. പക്ഷേ അൻവർ അതിന് തയ്യാറല്ല എന്ന് അൻവറും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു ഭാഗത്ത് അൻവർ കടുപ്പിക്കുന്നു, അതേപോലെ മറുഭാഗത്ത് UDF നേതൃത്വവും കടുപ്പിക്കുന്നു. അങ്ങനെ അൻവറിന് വഴങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതില്ല എന്നിടത്തേക്ക് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഈ ഘട്ടത്തിൽ എത്തിച്ചേരുകയാണ്. അൻവറുമായി സമവായ ചർച്ചകൾ നടത്തിയിരുന്ന നേതാക്കൾക്ക് പോലും മറിച്ചൊന്നും പറയാൻ കഴിയാത്ത വിധമുള്ള പ്രതികരണമാണ് അൻവറിൻ്റെതായി ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് അൻവറിന്റെ UDF-ലെ സഹകരണം എന്ന അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്ന ഒരു അവസാനത്തെ ചാൻസ് കൂടി ഇല്ലാതാക്കിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അൻവറിന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനങ്ങൾ എന്നുള്ളത്. നയം പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിന് പോലും മുഖം തിരിച്ചു നിന്ന അൻവർ അതിനൊന്നും താൻ ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്ന് പറയുന്ന അൻവറിന് മറ്റ് ലക്ഷ്യങ്ങളിലേക്ക് അൻവർ നീങ്ങുന്നു എന്ന വിലയിരുത്തലും ഒരു വിഭാഗം നേതാക്കൾക്ക് എങ്കിലുമുണ്ട്. അതുകൊണ്ടാണ് VD സതീശനെ, UDF-ന്റെ ചെയർമാനെ കടന്നാക്രമിക്കുന്നതിലേക്ക് 2 ദിവസമായി PV അൻവർ പോകുന്നത് എന്ന വിലയിരുത്തലും കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. സമവായത്തിനുള്ള വഴികൾ തുറന്നിടുമ്പോൾ മത്സരിക്കുക എന്ന ഒരു രാഷ്ട്രീയ മണ്ടത്തരം, രാഷ്ട്രീയ അബദ്ധം PV അൻവർ കാണിക്കും എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അപകടകരമായി ബാധിക്കും എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളല്ല അൻവർ. അതിനപ്പുറത്തേക്ക് ഒരു സമ്മർദ്ദ തന്ത്രമായിരുന്നെങ്കിൽ കുറെ കൂടി വഴങ്ങിയ ഒരു മട്ട് വേണമായിരുന്നല്ലോ. ഇപ്പോൾ അദ്ദേഹം ഒരു തരത്തിലും ആരാണ് മുഖ്യ ശത്രു, പിണറായി വിജയനാണോ മുഖ്യ ശത്രു, കോൺഗ്രസ് ആണോ ശത്രു എന്ന നയം വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുമ്പോൾ ആ നയം വ്യക്തമാക്കാൻ അദ്ദേഹം ഒരുക്കമല്ല. AICC പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയ പരാമർശം പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറല്ല. എല്ലാ അർത്ഥത്തിലും UDF-മായി ഒരു ഏറ്റുമുട്ടലിന് താൻ പോകുന്നു എന്നുള്ള ഒരു സ്വരം നൽകിക്കൊണ്ടുള്ള പ്രതികരണം അദ്ദേഹം വരുന്നു. അപ്പോൾ ഒരു ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ട് തൻ്റെ വഴി തെരഞ്ഞെടുക്കുക എന്നൊരു രീതിയിലേക്ക് തന്നെ അതൊരു അപക്വമായ ആണെങ്കിൽ കൂടിയും ഒരു ആത്മഹത്യാപരമാണെങ്കിൽ കൂടിയും അതിന് തന്നെയുള്ള ഒരുക്കമാണോ അൻവർ നടത്തുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകുമോ? അൻവറിന്റെ ഇപ്പോഴത്തെ നീക്കത്തെ അങ്ങനെ വേണം വ്യാഖ്യാനിക്കാൻ. അല്ലെങ്കിൽ പിണറായി വിജയനാണ് മുഖ്യ ശത്രു എന്ന് പറഞ്ഞുകൊണ്ട് LDF-ൽ നിന്ന് ഇറങ്ങി വന്നയാൾ, UDF-മായി സഹകരണം തേടിയാൾ, അതിന്റെ പേരിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ VD സതീശനെതിരെ കടന്നാക്രമണം നടത്തുക എന്ന് പറയുന്നത് ആ പാളയത്തിൽ എത്താതിരിക്കാനുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണമായി തീരുമെന്ന് രാഷ്ട്രീയം അറിയാത്ത ആളല്ല PV അൻവർ. അവിടെ VD സതീശനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് VD സതീശന്റെ കഴിവുകേടാണ് ഇത് എന്നൊക്കെ സ്ഥാപിക്കാൻ PV അൻവർ ശ്രമിച്ചാൽ അത് PV അൻവറിന് തന്നെ ഗുണം ചെയ്യില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാവുന്ന കാര്യമാണ്. അവിടെയാണ് PV അൻവർ പലപ്പോഴും ഒറ്റയാനായി എടുത്തിട്ടുള്ള
തീരുമാനങ്ങൾ പോലെ മറ്റൊരു രാഷ്ട്രീയ മണ്ടത്തരത്തിലേക്ക് അദ്ദേഹം പോകുന്നു എന്ന വിലയിരുത്തലുകൾ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ശക്തമാണ്. അതുകൊണ്ടുകൂടിയാണ് PV അൻവറിനോട് വിട്ടുവീഴ്ച വേണ്ടതില്ല, അദ്ദേഹം കോൺഗ്രസിന്റെ ഉപാധികൾ അംഗീകരിച്ചുകൊണ്ട് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് വന്നാൽ മാത്രം ഇനി ഇക്കാര്യത്തിൽ ആലോചനകൾ മതി എന്ന തലത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളിൽ ഭൂരിഭാഗവും എത്തിച്ചേരുന്നത്. സ്വാഭാവികമായും ഇനി ഒരു സമവായ ചർച്ചകൾക്ക് മുതിർന്ന നേതാക്കൾക്കാർക്കും പോകാൻ പോലും അല്ലെങ്കിൽ അത്തരമൊരു ചർച്ച തുറന്നിടാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് PV അൻവർ ഇന്നത്തെ പ്രതികരണത്തിലൂടെ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയോട് താൻ നടത്താനിരുന്ന ചർച്ചയെ VD സതീശൻ രാജ്യഭീഷണി മുഴക്കി തടഞ്ഞു എന്നുള്ളത് അത് കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കൂടി PV അൻവർ ഇടപെടുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ ആരോപിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായും അൻവർ കോൺഗ്രസുമായി കൂടി യുദ്ധത്തിന് ഈ ഘട്ടത്തിൽ ഇറങ്ങുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിലെ നയിക്കുന്ന പ്രതിപക്ഷത്തെ നയിക്കുന്ന UDF-നെ നയിക്കുന്ന VD സതീഷിനെതിരെ കൂടി അദ്ദേഹം ഒരു പോരിനിറങ്ങുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾ വായിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നോ കോംപ്രമൈസ് എന്നാണ് ഒരു നേതാവ് നമ്മളോട് പറഞ്ഞത്. അതായത് ഈ ഘട്ടത്തിൽ ഇനി ഒത്തുചേർന്ന് പോകുക അസാധ്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന വിലയിരുത്തലാണ് കോൺഗ്രസിലെ പ്രധാന നേതാക്കൾക്ക് എല്ലാം തന്നെയുള്ളത്. അവിടെ അൻവറിന്റെ ലക്ഷ്യം എന്ത് എന്ന് കുറെ കൂടി വ്യക്തമാകേണ്ടതുണ്ട്. അൻവർ മത്സരത്തിന് ഒരുങ്ങുന്നു എന്നതിന്റെ സൂചനയായി ഇതിനെ കണക്കാക്കുന്നുണ്ട്. അപ്പോഴും സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ അൻവർ ഒറ്റയ്ക്ക് നിന്നാൽ എത്ര വോട്ട് കിട്ടും, ആ വോട്ട് കൊണ്ട് പിണറായി സത്തെ പരാജയപ്പെടുത്താൻ ഇറങ്ങിയ ആൾക്ക് ജയിക്കാനും കഴിയില്ല. മറുഭാഗത്ത് UDF-ന് കൂടി തിരിച്ചടിയാകുന്ന സാഹചര്യങ്ങൾ അത് സൃഷ്ടിക്കുമെന്ന് അറിയില്ലേ എന്ന ചോദ്യവും അൻവറിന് നേരെ ഉയരുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും അൻവറിന്റെ അടുത്ത നീക്കങ്ങൾ എന്ത് എന്ന് കാത്തിരിക്കുകയാണ് ഇപ്പോൾ LDF-നെ പോലെ UDF-ഉം. കാരണം LDF എന്ന ശത്രുവിൽ നിന്നും ഇപ്പോൾ അൻവർ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന മറ്റൊരു ശത്രുവിനെ കൂടി സൃഷ്ടിച്ചിരിക്കുന്നു. പിണറായി സത്തിനൊപ്പം സതീശനെതിരായ കൂടിയുള്ള പോരാട്ടം എന്ന നിലയ്ക്കാണ് PV അൻവറിന്റെ ഇപ്പോഴത്തെ വാക്കുകൾ ചെന്ന് തറയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി UDF-ഉമായുള്ള ഒരു സഹകരണം എന്നത് ഒരു അടഞ്ഞ അധ്യായമായി അൻവറിന് മുന്നിൽ മാറാൻ പോകുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. മറിച്ച് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അൻവറുമായുള്ള എല്ലാ ചർച്ചകളും ഇവിടെ അടയുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളത്. UDF-ന്റെ ഉപാധി തള്ളുക മാത്രമല്ല, UDF-ന്റെ ചെയർമാനെ കടന്നാക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. മാത്രമല്ല UDF സംവിധാനം തന്നോട് വാക്കുപാലിച്ചില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ PV അൻവർ ഇന്നത്തോടുകൂടി എത്തിച്ചിരിക്കുന്നു. സ്വാഭാവികമായും അതിൽ കടുത്ത അമർഷമുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക്. ഘടകകക്ഷികൾക്കും സമാനമായ നിലയിലുള്ള അഭിപ്രായങ്ങളിലേക്ക് പോകുന്നുണ്ട്. വരും സമയങ്ങളിൽ ചില പ്രതികരണങ്ങളിലേക്ക് പോലെ UDF-ന്റെ കോൺഗ്രസിന്റെ ഉപാധികൾ അൻവർ തള്ളുന്നു, അൻവറിന്റെ ഉപാധികൾ തിരിച്ച് LDF അൻവറും തള്ളുന്നു. ആ രീതിയിൽ അൻവറും UDF-ഉം തമ്മിലുള്ള ബന്ധം കുറെ കൂടി വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇനി എന്താണ് അൻവറിന്റെ അടുത്ത നീക്കം എന്നുള്ളത് ഏറ്റവും നിർണായകവും ഏറ്റവും പ്രസക്തവുമാണ്. ഇന്നിപ്പോൾ TMC-യുടെ നിർണായക യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ എന്ത് തീരുമാനമായിരിക്കും അൻവർ എടുക്കാൻ പോകുന്നത് എന്നത് ഏറ്റവും വലിയ രാഷ്ട്രീയ കൗതുകമാണ്.